എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ മാംഗോസ്റ്റിനെ കുറിച്ചാണ്. ഇത് എനിക്കൊരു 6 വർഷമായ മാംഗോസ്റ്റിൻ തൈയാണ്. ഹോം ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടുവന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം ഇപ്പോഴാണെങ്കിൽ വർഷം 6ാം വർഷമായി കഴിഞ്ഞപ്പോൾ ഇത് കായ്ച്ചു. നിങ്ങൾക്ക് കായകൾ കാണാം. കായകളൊക്കെ ഈ ഒരു പരുവായിട്ടുണ്ട്. കായകൾ ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് തന്നെ ഇതൊക്കെ ആയി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാംഗോസ്റ്റ് അധികം പെട്ടെന്ന് തന്നെ കായ വിളഞ്ഞു വരുന്ന ഒരു ഇതാണ്. നമുക്ക് മെയ് ലാസ്റ്റോട് കൂടിയൊക്കെ ജാനുവരിയിൽ പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ മെയ് പകുതിയോടുകൂടി തന്നെ സാധനം നമുക്ക് ഫ്രൂട്ട് കിട്ടും. അപ്പോൾ ഈ പ്രാവശ്യത്തിൽ ചില മരത്തുമൊക്കെ കുറച്ച് ഒരു 10 കായ, ഇതും ഒരു 10-50 കായ ഉണ്ടായിട്ടുണ്ട്. ചില മരത്തുമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത് വളരുംതോറുമാണ് മരം വളരുംതോറും കൂടുതൽ കായകൾ ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഇതിന് നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഷെയ്ഡൊക്കെ നല്ലതാണ്. പിന്നെ ഇതിന് കൊടുക്കുന്ന വളങ്ങൾ നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കാഷ്ടം, കോഴിവളം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും കോഴിവളമാണ് നമ്മൾ റംബൂട്ടാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ കോഴിവളം ഇതിന് ചെയ്യും. പിന്നെ NPK വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നിർബന്ധമില്ല. ശരിക്കും ജൈവവളത്തിന് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു മരമാണ് നമ്മളുടെ മാംഗോസ്റ്റീൻ. നല്ല ഡിമാൻഡുള്ള സാധനമാണ്. പുറത്തേക്കൊക്കെ കൂടുതൽ എക്സ്പോർട്ട് ആവുന്നതാണ്. കുറച്ച് ദിവസം ഷെൽഫ് ലൈഫ് ഉണ്ട്. ഇത് കയറ്റി അയച്ചാലും നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പറിച്ചു വെച്ചാൽ തന്നെ അതിൻ്റെ ടൈം ഒരു 2-3 ദിവസം കൊണ്ട് അത് പഴുത്ത് കിട്ടും. മറ്റുള്ള മരങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റംബൂട്ടാനൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ ദിവസം ഇരിക്കില്ല. കാരണം അതിൻ്റെ ആ മുകളിലെ പുറന്തോട് ആ നൂല് പോലത്തെ സംഭവമൊക്കെ കറുത്തു പോകും. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമുക്ക് വിദേശത്തേക്കൊക്കെ അയക്കാൻ പറ്റിയൊരു ഇനമാണ്. അത്യാവശ്യം ഇതുമതി നമുക്ക് നോക്കിയറിയാം കായകൾ ഉണ്ടായി കിടക്കുന്നത് ഇവിടെയൊക്കെ. ഈ പ്രാവശ്യം നമുക്ക് കൊടുക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ളത് ഈ പ്രാവശ്യം കിട്ടും. മാംഗോസ്റ്റീൻ പൊതുവെ ഒരു വളർച്ച വളരെ സ്ലോവിലാണ്. വളർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വളർന്നു വരും. ഒരു 3-4 വർഷത്തേക്ക് വളർന്നു വരാനുള്ള സമയം കുറച്ചെടുക്കും. ഇത് നമ്മളുടെ 6 വർഷമായ തൈയാണെങ്കിലും ഇത് ഇടയ്ക്ക് വെച്ചൊരു മരം വീണ് ഈ ഭാഗത്ത് വെച്ച് ഒടിഞ്ഞു പോയതാണ്. ഈ ഭാഗം കണ്ട. പിന്നെ അതിനുശേഷം ഒരു കൂമ്പ് വന്ന് പൊങ്ങി വന്നിരിക്കുന്നതാണത്. നല്ല ടൈം എടുക്കും വളരാനായിട്ട്. അതനുസരിച്ച് കായ ഉണ്ടാവാനും ഒരു 5 വർഷം തുടങ്ങി കായ പല മരങ്ങളിലും ആയി തുടങ്ങും. നമുക്കിവിടെ 5 വർഷത്തിലായിട്ടുണ്ട്, 6 വർഷത്തിലായിട്ടുണ്ട്, 7ാം വർഷം ആയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ചില മരങ്ങൾ 10 വർഷമൊക്കെ ആവും. ഇത് നമ്മൾ സീഡ് മുളപ്പിച്ചുള്ള തൈകളാണ്, ഗ്രാഫ്റ്റഡ് അല്ല. ഗ്രാഫ്റ്റഡ് കുറച്ച് നേരത്തെ ആവുമെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളുടെ ലോങ് ലാസ്റ്റിങ് മരത്തിൻ്റെ കാലയളവ് കൂടുതൽ കിട്ടുന്നത് നമ്മളുടെ സീഡ് മുളപ്പിച്ചായിരിക്കും. അപ്പോൾ ഇത് വേറൊരു മരമാണ്, ഇവിടെ കാണാം. ഇതിൽ കായൊക്കെ കുറവാണ്. ഇതിലൊരു 4-5 കായ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. വെയിൽ അധികം സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കാത്തവർക്കാണ് കൂടുതൽ റിസൾട്ട് ഇതിന് ഉള്ളത്. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ അധികം കായൊന്നുമില്ല. ഇവിടെ ഒരെണ്ണം കിടക്കണ്ട, അതിൻ്റെ അകത്ത് 2-3 കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.